മോർണിംഗ്. മാളക്കുട്ടീൻ്റെ ബിഗ് ബോസ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഡേ 14 ഓഗസ്റ്റ് 17 റിവ്യൂ ആയിട്ടാണ് മാളക്കുട്ടി എത്തിയിരിക്കുന്നത്. മാളക്കുട്ടിയുടെ വീഡിയോസ് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എപ്പിസോഡ് റിവ്യൂയിലേക്ക് പോകാം. അപ്പോൾ ഞായറാഴ്ച എപ്പിസോഡ് എനിക്ക് ഈ ഒരാഴ്ച വലിയ ഇഷ്ടമായിട്ടില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ ലാലേട്ടൻ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് പറയാമെന്ന് എനിക്ക് തോന്നി. പക്ഷെ അത്ര വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും നമുക്ക് മെയിൻ കാര്യങ്ങൾ നോക്കാം. ഒന്നാമെന്ന് വെച്ചാൽ ലാലേട്ടൻ വരുന്നു, കണ്ടസ്റ്റൻസിനെ കാണുന്നു. അതിന് കിച്ചണിലെ വഴക്കിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതായത് ബിന്നിയും അനീഷും തമ്മിലൊരു ചൂടിൻ്റെ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു, അതിനെപ്പറ്റി സംസാരിക്കുന്നു. പിന്നെ കിച്ചണിലുള്ള മറ്റ് കണ്ടസ്റ്റൻസുമായിട്ട് എന്തൊക്കെയാണ് അവിടുത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്, ഫുഡിൻ്റെ പേരിലുള്ള കുറേ ഇഷ്യൂസിനെ പറ്റി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ അക്ബറും ഉനിയനും തമ്മിലുള്ള തെരുവിലെ കുറിച്ച് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കാണുന്നത് ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുന്നുണ്ട്. അതായത് ആര്യൻ, അഭിലാഷ്, ജിസൽ ഈ 3 പേരെ പങ്കെടുത്ത് അതിൽ ആര്യൻ ജയിക്കുകയാണ്. അങ്ങനെ പുതിയ ക്യാപ്റ്റനായിട്ട് ആര്യൻ മാറുന്നുണ്ട്. പിന്നെയുള്ളത് നെവിന് ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ മോഷണം നല്ലതല്ല എന്നുള്ള രീതിയിൽ നെവിനും അതുപോലെ തന്നെ നെവിൻ കട്ടൻ ഒരു ദിവസം 100 കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് 2 പേർക്കും ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. അതായത് നെവിനാണ് പ്രധാനമായിട്ടും വാർണിംഗ് കൊടുത്തത്. രാത്രിയിൽ ഫുഡ് എടുക്കുക, ഫുഡ് കട്ടെടുക്കുക, ഫുഡ് എന്നിട്ട് ഇതിൽ വെച്ച് ഫുഡ് ഉണ്ടാക്കി കഴിക്കാനൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ലാലേട്ടൻ ലാസ്റ്റ് വാർണിംഗ് ആയിക്കോട്ടെ. അത് നല്ല കാര്യം തന്നെയാണ്. ഇനിയെങ്കിലും ഗെയിംസൊക്കെ മാറ്റി പിടിക്കട്ടെ. പിന്നെയുള്ളത് രേണുവിനോട് അക്ബർ ഈ പണക്ക് കൺവിൻസായ ഇതിന് ക്ഷമ കൊടുത്തു ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേണു പറയാനില്ല, അതെനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുകയാണ് രേണുവിനെ ആരെങ്കിലും കുത്തിത്തിരിപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും പിടികേറ്റോ ചോദിച്ച് രീതിയിൽ ചോദിക്കേണ്ടത് നോക്കുമ്പോൾ ശാരിക അതിന് പറയുന്നുണ്ട് ഞാനാണെങ്കിൽ ക്ഷമിക്കില്ല എന്ന രീതിയിൽ ഒരു സംഭാഷണം അവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ശാരികയോടും അത് നല്ലതല്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രേണു ആ സമയത്ത് ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് അക്ബറിന് മാപ്പ് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അക്ബർ രേണുവിനെ കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളൊക്കെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവരുടെ മുന്നിലും. ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് രേണു പറയണത് ഞാൻ ക്ഷമ മാപ്പ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ എൻ്റെ എന്നല്ല ആരെയും ഇങ്ങനെ ഇതുപോലുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നും പറയുന്നു. അത് അക്ബർ പറഞ്ഞു ഞാൻ ഒരിക്കലും ഇങ്ങനെ വിളിക്കില്ല എന്നുള്ളതും അക്ബർ പറയുന്നുണ്ട്. പിന്നെ വരുന്നത് പുതിയ ക്യാപ്റ്റനായിട്ട് ആര്യൻ വന്നു. അതിനുശേഷം നോമിനേഷനിലുള്ള ഓരോരുത്തരായിട്ട് എഴുന്നേൽപ്പിച്ച് നിർത്തുന്നു, എല്ലാവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നു. അപ്പം ലാസ്റ്റ് ലാലേട്ടൻ്റെ കയ്യിലൊരു എൻവലപ്പ് ഉണ്ട്, അതിൽ ഉള്ളത് ലാലേട്ടൻ കാണിച്ചു കൊടുക്കുകയാണ് നോ എവിക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി ഈ വീക്കെൻഡിൽ ഔട്ടായിരിക്കുന്നത് ബിൻസി മാത്രമാണ്. സൺഡേ ആരും ഔട്ടായിട്ടില്ല. അപ്പോൾ അതിന് ശേഷം ലാലേട്ടൻ പറയണം നെക്സ്റ്റ് വീക്ക് കാണാം, സ്ട്രോങ് ആയിട്ടുള്ളത് കളിക്കാനൊക്കെ പറഞ്ഞിട്ട് പോവാണ്. പിന്നെ രാത്രിയിലെ കുറേ സംഭാഷണങ്ങൾ എല്ലാവരും പോയ ശേഷമുള്ള കുറച്ച് സംഭാഷണങ്ങളൊക്കെ കാണിക്കുന്നത്. അതിനുശേഷം വരുന്നത് ആര്യൻ പുതിയ ടീം, അതായത് ക്യാപ്റ്റനായി പുതിയ ടീമിനൊക്കെ ഫോം ചെയ്യുന്നത് കുറച്ച് സീൻസൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത്രയാണ് സൺഡേയിൽ ഉണ്ടായിട്ടുള്ള മെയിൻ കാര്യങ്ങൾ. അപ്പോൾ നെക്സ്റ്റ് മൺഡേത്തെ എപ്പിസോഡ്സ് റിവ്യൂ ആയിട്ട് മാളക്കുട്ടി വരുന്നവരായിരിക്കും. മാളക്കുട്ടിയുടെ വീഡിയോസ് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.